ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഓർഡർ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ. ഈ ബട്ടർ ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. നിങ്ങൾക്ക് ബോണോട് കൂടിയ ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ബോൺലെസ് ചിക്കനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനീഗർ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും അത് റെസ്റ്റിന് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ബട്ടറിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അത് അടുക്കി പിടിക്കാനൊക്കെ കൊണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കൂടി ഇട്ടിട്ട് അതിന് ശേഷം സവാളയും കൂടി അത് നമുക്ക് ആവശ്യത്തിനുള്ള, ഒരുപാട് സവാളയൊന്നും ഇതിന് ആവശ്യമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു ക്ലിയർ കളർ ആവുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അതിലേക്ക് 15 പീസ് ക്യാഷ്നട്ടും അതേപോലെ തന്നെ വലിയ 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. തക്കാളി എടുക്കുമ്പോൾ കുറച്ച് അധികം തക്കാളി ചേർത്താലും കുഴപ്പമില്ല. ഇതിനകത്ത് തക്കാളിയുടെ ആവശ്യം കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ തക്കാളി ഇതിനകത്ത് എടുക്കാം. 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പൊടികൾ. അതും കൂടി ഇട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ ഇതിൻ്റെ സവാളയോ തക്കാളിയോ ഒന്നും അങ്ങനെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചപ്പ് മാറുന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. ആ സമയം കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫോളോ ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ചിട്ടൊക്കെ പോവുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനിയുള്ള നല്ല കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഫോണിൽ വരണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് കണ്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ചിക്കൻ അങ്ങ് ഒരുപാട് ഫ്രൈ ഒന്നും ആക്കി എടുക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് കുക്കായി അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ഞാൻ ഇതിൽ കാണിക്കുന്ന അത്രയും പരുവത്തിൽ നമുക്കത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന വഴറ്റിയതെല്ലാം കൂടി എടുത്ത് മിക്സിയുടെ ജാറിനിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ആ അരച്ചതെല്ലാം കൂടി കടായിക്കകത്ത് കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എത്രയും നന്നായിട്ട് തിളപ്പിക്കുന്നോ അത്രയും നന്നായിട്ട് ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മളതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ കുമിളകൾ ഇങ്ങനെ തെറിച്ച് വരാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. നമ്മൾ അരച്ചെടുത്ത അരപ്പുകൊണ്ട് നല്ല കട്ടിയിലുള്ള അരപ്പും കൂടിയല്ലേ, അതുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൂടെ കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പിങ്കിഷ് ഓറഞ്ച് കളറാണ് ബട്ടർ ചിക്കൻ്റെ കളർ വരുന്നത്. ആ ഒരു കളർ വരുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക.
നന്നായിട്ട് തിള വന്ന് പറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും ഒരു സ്പൂണ് ടൊമാറ്റോ സോസും കുറച്ച് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ സെർവ് ചെയ്യാവുന്നതാണ്. ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഒറിഗാനോ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിട്ട് അത് തന്നെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നവർ ഒരു തവണയെങ്കിലും ഇനി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. കുറച്ച് സമയമെടുക്കും, എന്നാലും വലിയ കുഴപ്പമില്ല. അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുത്ത് കഴിക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.